ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ ചെയ്യാനായിട്ട് വിടുക. പാലക്കാടൻ ചങ്ങാതിക്കാണ് കൊടുക്കുന്നതെങ്കിൽ മൂപ്പരെ നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ മൂപ്പർ പറയാ ശരിക്കും ഒരു സീരിയലിലെ അമ്മായിമ്മമാര് കാണിക്കുന്ന ഓരോ ഇതുകളില്ല, അതേപോലത്തെ ആയിരിക്കും നമ്മളെ ഷെൽട്ടറിന് ഇനി വളരെ ദിവസങ്ങൾ കുറവാണ്. ഹലോ ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുള്ള കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ കുറച്ച് നാളായിട്ട് ആൾക്കാരോട് പറയണം എന്ന് വിചാരിച്ചൊരു കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ വീഡിയോ തികച്ചും എന്താ പറയുക, ഞാൻ എല്ലാവരും കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ എന്നെ അറിയുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം കുറച്ച് നാളായി ഞാൻ ഷെൽട്ടറിൻ്റെ കാര്യങ്ങൾക്ക് ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റേതായുള്ള ഹെൽത്ത് ഇഷ്യൂസ് അതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ. ആ ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ടോമിച്ചിന് പണി കിട്ടണത്. എന്തായാലും അകത്തേക്ക് കയറാം. പിന്നെ മുന്നേ പറയട്ടെ, എല്ലാവരും കേജിലാണ് കേട്ടോ, എല്ലാവരും കേജിലാക്കിയേക്കാണ്. ഇനി എന്തിനാണ് മക്കളെ കേജിലുണ്ടെന്നൊന്നും അങ്ങനെ ചോദിക്കരുത്, കാരണം അങ്ങനെ കമൻറ്റുകൾ വരും. അപ്പോൾ ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരു കുര കുരയ്ക്കും. എല്ലാവരും പരാതികളായിട്ടുള്ള കുരകൾ കേൾക്കേണ്ടി വരും. വേറെ ഒന്നല്ല, എല്ലാവരും അങ്ങനെ പെട്ടെന്ന് രാത്രി എല്ലാവരും നമ്മൾ കേജിലാക്കാണ്. കണ്ട പരാതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ട. അപ്പം എന്തായാലും കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു എക്സാക്റ്റ് ഒരു മാസം, ഒരു മാസമായിട്ടുള്ളൂ മാക്സിമം. അതിൽ നല്ല കാര്യങ്ങൾ നടന്നിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. കുറേ 2-3 റെസ്ക്യൂസ് നമുക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി, കുറേ അച്ചീവ്മെൻറ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പിന്നീട് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വളരെ എന്താ പറയുക, നമ്മളെ മെൻ്റലി അറ്റാക്കിങ് എന്ന് വേണമെങ്കിൽ പറയാം, സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഭയങ്കര ഒരു വിഷയമായിരുന്നു. ഈ സത്യം പറയുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആണ് നമുക്ക് അത്രയും വിഷമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യാന്നുള്ള കാര്യം വരികയായി. കാരണം അത്രയധികം ചോദ്യങ്ങളും അത്രയധികം വർത്തമാനങ്ങളാണ്. എനിക്ക് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നെ ഏറ്റവും ഇതാക്കുന്ന ഒരു വേഴ്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ വേറൊന്നും കൊണ്ട് ഇതല്ല, നിങ്ങളെ ഇത്രേ ചെയ്യുന്നുള്ളൂ, പാലക്കാടൻ ചങ്ങാതി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ചെയ്തുകൂടാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യനെ ഒരു ദിവസത്തിൽ ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതിപ്പോൾ ആരായിക്കോട്ടെ ഏതാണിനും ഒരിക്കലും എന്താ പറയുക അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ. എനിക്ക് എൻ്റെ പ്രായപരിമിതിയും എനിക്ക് എൻ്റേതായിട്ടുള്ള ഫെസിലിറ്റീസും വെച്ചിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാവരും ഒന്ന് ഓർക്കണം. മൂപ്പരുടേതായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവാം, എനിക്ക് പേഴ്സണലി അറിയില്ല. എന്തിനാണ് നിങ്ങൾ എന്നെ ആളെയും വെച്ച് ഇപ്പോഴും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഈവൻ ടോക്ക് വരെ ഇങ്ങനെ വന്നത്, ഇതിലേക്ക് വന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മളെ കുഞ്ഞുങ്ങളെ ഷെൽട്ടറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് 5 ലക്ഷം രൂപ നിങ്ങളെല്ലാവരും കണ്ടതാണ്. നമ്മൾ 2 വീഡിയോയിലും ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് കൊടുക്കുന്ന ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ, ആ ഒരു 5 ലക്ഷം പാലക്കാടൻ ചങ്ങാതിക്കാണ് കൊടുക്കുന്നതെങ്കിൽ മൂപ്പരെ നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ മൂപ്പർക്ക് ഇതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നൊക്കെ ഒരു ടോക്കുകൾ ഞാൻ പലപ്പോഴും കേട്ടു. അത് ഒട്ടുമിക്ക പേരും എന്നോട് ഇതായിട്ട് ചോദിക്കണത്, ഇതിൽ ഡൊണേഷൻ ഇട്ടിട്ടുള്ള ആൾക്കാരുകൾ വരെ, അങ്ങനത്തെ ആൾക്കാരെ വരെ അവർ പിന്തിരിപ്പിച്ച് കാര്യങ്ങളാക്കി. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എന്നെ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേണ്ടിയിട്ടുള്ള ഷെൽട്ടറിനെ ഡൊണേഷൻ ഇട്ട ആൾക്കാരെ തേടിപ്പിടിച്ച് അവരെ വലയിലാക്കിയിട്ട് എന്നെ പറ്റി എന്താ പറയുക വേണ്ടാത്തതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അത്രയും എന്താ പറയുക, ശരിക്കും ഒരു സീരിയലിലെ അമ്മായിമ്മമാര് കാണിക്കുന്ന ഓരോ ഇതുകളില്ല, അതേപോലത്തെ അവസ്ഥകളാണ് ഇപ്പോൾ. അത് വിശ്വസിക്കാൻ കുറച്ച് പേരും. അപ്പം അത്രയും അത് അവരുടെ ഒരു സംസാരങ്ങൾ നമുക്ക് ചില സമയത്ത് കേൾക്കാനായിട്ട് പറ്റില്ല, അത്രയും ഇതായിട്ടുള്ള സംസാരങ്ങളാണ്. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ ചെയ്യാനായിട്ട് വിടുക. അഥവാ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എല്ലാ കാര്യം ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? കാരണം എനിക്ക് എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ കറമ്പൻസ് വേൾഡ് അല്ലെങ്കിൽ കറമ്പൻ അത്ര വലിയ ബ്രാൻഡ് എനിക്ക് അങ്ങനെ ആക്കണം എന്നല്ല, എനിക്ക് അങ്ങനെ നിർബന്ധം ഒരാളല്ല. എനിക്ക് ഇതിലൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടത് ആ ഒരു ഷെൽട്ടർ, അത്രേ ഒരു ഇതുള്ളൂ. അല്ലാണ്ട് എൻ്റെ പേര് ഇതിലൂടെ വളരണം എന്നുള്ളൊരു എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തതല്ല.
കാരണം ഇപ്പോൾ അങ്ങനെ വിചാരിക്കുക, കാരണം എനിക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേന്നൊക്കെ. കാരണം അത്രയും വിഷമം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയണത്. കാരണം നമ്മൾ സ്വപ്നത്തിലല്ല, മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവരിങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ശരിക്കും നമ്മളുടെ ഷെൽട്ടറിന് ഇനി വളരെ ദിവസങ്ങൾ കുറവാണ്. 28 ദിവസത്തോളം ഉള്ളൂ നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇനി വേണ്ടത് 17 ലക്ഷമാണ്. ഇനിയുള്ളത് 28 ദിവസവും നമുക്ക് എനിക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എബ്രോഡോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മളെല്ലാവരും സ്വപ്നം കൊണ്ട ഒരു ഷെൽട്ടറാണ്. കുഞ്ഞുമക്കൾക്ക് ഒരു ചെറിയൊരു അഭയം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്. അപ്പോൾ ഈ ഒരു വേളയിൽ എനിക്കറിയാം, കാരണം വയനാട്ടിലെ അത്രയും വലിയ ദുരന്തം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളുടെ ഈ ഒരു ഷെൽട്ടറിൻ്റെ ഇതിൽ നമുക്ക് സ്പോൺസേഴ്സിന് കിട്ടാത്തൊരവസ്ഥയാണ്. എല്ലാവരും ആ ഒരു ഇതിൽ ബിസി ആയ കാരണം കൊണ്ട് തീർച്ചയായിട്ടും പരമാവധി എല്ലാവരും സഹായിക്കണം. ഇപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളത്. കാരണം കുറച്ച് നാളായി ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും മക്കളെല്ലാവരും കേസിലായ കാരണം കൊണ്ടാണ് കേട്ടോ. അതെ, നമ്മുടെ ടൈഡി, അതുപോലെ ജെറിമോൻ, ഗോപു, നന്ദുട്ടി, മാളു, പാപ്പൂജ്, പിന്നെ നമ്മുടെ ശ്രീക്കുട്ടീനെ ഞാൻ കാണിക്കില്ലെന്ന് ഭയങ്കര പരാതി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ. ശ്രീക്കുട്ടി കേജിലായ കാരണം കൊണ്ടാണ്. മൂപ്പരെ ഒറ്റയ്ക്ക് ഇടണം, അല്ലെങ്കിൽ മൂപ്പര് സീനാക്കി വെക്കും. കാരണം മൂപ്പര് ഒറ്റയാനാണ്. ഇവനും ഗോപുവും ശ്രീക്കുട്ടിയും ഒറ്റയാന്മാരാണ്, സീനാണ്. പിന്നെ നമ്മുടെ കൊക്കോമോന്റെ കണ്ണിന് എന്താ പറ്റിയെന്ന് കുറെ പേര് ഇങ്ങനെ എടുത്ത് ചോദിച്ചു. വേറെ ഒന്നല്ല, ഗോപുവിന്റെ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ പോയി തലയിട്ടു. ഗോപു നല്ല കടി അടിച്ചു, അതാണ് ഉണ്ടായത്. അപ്പോഴാണ് അച്ഛൻ്റെ കണ്ണ് ഒന്ന് ചെറിയതായിട്ടൊന്ന് പാളിയത്. ഇത്രയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവരും മഴക്കാലമാണ്, സൂക്ഷിക്കുക മക്കളെ, അസുഖങ്ങൾ വരാണ്ടും. പിന്നെ ആരെങ്കിലും ഒരു കുഞ്ഞെ പട്ടിനെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇതിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മഴക്കാലമാണ്, അവർക്ക് വേറെ അഭയമില്ല. അപ്പോൾ വീഡിയോ നിർത്താണ്. നമ്മൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.